ഈ കുട്ടികളെ ഗൈഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുള്ളൊരു മാർഗം, അവർക്കൊരു ലൈഫിൽ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് അവർ സ്വന്തം ഉണ്ടാക്കേണ്ടതാണ്. ആ സ്വന്തം എന്ന് പറയുന്നത് ഇപ്പോൾ 2024 നവംബർ 1-ാം തീയതി ഞാൻ ഇവിടെയാണ്. 2025 നവംബറിൽ എവിടെ ഉണ്ടാവണം, ഇന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടാവുക. ആ പോകുന്ന വഴി ഇന്ന സ്ഥലമാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് പോകുന്ന വഴി ഞാൻ തീരുമാനിച്ചാൽ പോരെ. ഞാനിപ്പം പാലക്കാടേക്കാണ് ഞാൻ ഇവിടുന്ന് വരേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രെയിനിൽ പോകണോ, കോയമ്പത്തൂർ ഒരു ഫ്ലൈറ്റിൽ വന്നിട്ട് അവിടുന്ന് വണ്ടിക്ക് പോകണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. പക്ഷെ ആദ്യം എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയണ്ടേ. അപ്പോൾ ആ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളോട്ട് ഞാൻ 3 കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഒന്ന് റോൾ, ഒന്ന് ഗോൾ, ഒന്ന് വാല്യൂസ്. എൻ്റെ റോൾ ഇന്നതാണ്. എനിക്ക് പിന്നെ അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. ആ റോൾ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊക്കെയാണ് എൻ്റെ അവൈലബിൾ സോഴ്സസ്. ആ സോഴ്സ് വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാനൊരു കോടിപതിയാണെങ്കിൽ എനിക്ക് ബിസിനസ് തുടങ്ങാം. അതല്ല, എനിക്ക് വിദ്യാഭ്യാസമാണ് എൻ്റെ റോള്, അതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ കൃത്യമായിട്ടൊരു ചാർട്ട് വരച്ചിട്ട് ഞാൻ എന്നെ അസ്ട്രോളജറായിട്ടാണോ കാണുന്നത്? ഞാൻ അതല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ മെൻറ്ററാണ്. അതിനുപയോഗിക്കുന്ന ഒരു ടൂളാണ് അസ്ട്രോളജി. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്, പാത്തോളജി അല്ല എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. ഈ അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു പാത്തോളജിയാണ്. അപ്പൊ അത് ഡയഗ്നോസ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഡയഗ്നോസ് ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ല, എനിക്ക് ട്രീറ്റ്മെന്റ് അറിയില്ലെങ്കിൽ. അപ്പൊ സാധാരണ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് ഡോക്ടർ TPS അടിച്ചു നോക്കിയോ? സിവിൽ സർവീസ് ഡോക്ടർ TPS അടിച്ചു നോക്കിയോ? ഇലക്ട്രോണിക്സ് ഡോക്ടർ TPS അടിച്ചു നോക്കിയോ? അല്ലെങ്കിൽ ഞാൻ സയന്റിസ്റ്റ് ആണെന്ന് അറിയോ? സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ എന്റെ വിഷയം എന്താണെന്ന് അറിയാം, ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഇമേജ് പ്രോസസ്സിംഗ് ആണ് എന്റെ വിഷയം. ഓക്കെ, അത് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ഒക്കെയാണ്. ഞാൻ PhD ചെയ്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ SN കോളേജിന്റെ SNDP നടത്തുന്ന കോളേജിന്റെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കേരളത്തിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. അപ്പൊ ഞാൻ അക്കാഡമിക്കലി ആക്ടിവിറ്റി ആയി ഇഷ്ടമുള്ള ഒരാളും. കുട്ടികളെ സിവിൽ സർവീസ് ഡോക്ടർ TPS അടിച്ചാൽ എൻ്റെ ബുക്ക് കാണാം, സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക് എന്നുണ്ട്. കേരളത്തിൽ കുറേ സിവിൽ സർവീസിന്റെ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ നല്ല കോളേജിലേക്ക് ഗ്രാജുവേഷൻ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ കുട്ടികൾ എൻ്റെ വീട്ടിൽ ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് നമ്പർ ഓഫ് ബുക്സ് സിവിൽ സർവീസിന്റെ. ഓക്കെ, ഇപ്പോൾ ഈ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു പാത്തോളജി മാത്രമാണ്. അപ്പം ഞാനിപ്പം അസ്ട്രോളജി നോക്കണം എന്ന് പറഞ്ഞാൽ ഏത് നിങ്ങൾ ജാതകം നോക്കുന്ന ഏതെങ്കിലും തൊട്ടടുത്ത അടുത്ത് പോയാൽ മതി, അവരായിരിക്കും എന്നെക്കാളും ഭേദം. മനസ്സിലായോ? അപ്പം മക്കളുടെ അസ്ട്രോളജി അല്ല നമ്മൾ. അപ്പം ജാതകം മാത്രമാണെങ്കിൽ ഇപ്പം നമ്മൾ വേറെ ഒരു കാര്യം മോട്ടിവേഷൻ ക്ലാസ്സോ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല ടീച്ചർമാരോ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക്. എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ആദ്യം ജ്യോതിഷം നോക്കിയിട്ട് കൊടുത്താൽ പോരെ? അതല്ലല്ലോ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇയാൾക്ക് താല്പര്യം എന്താണ്? അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടാവുക. മിക്കവാറും ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കാം, മോൻ എന്നോട് സംസാരിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ചോദിച്ചിരുന്നോ? സിവിൽ സർവീസ് എഴുതുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 20 ലക്ഷം ആൾക്കാർ രജിസ്റ്റർ ചെയ്താൽ 5 ലക്ഷം ആൾക്കാരാണ് എഴുതുന്നത്. 15 ലക്ഷം ആൾക്കാർ എഴുതാറില്ല. അതിന് കാരണം തന്നെ അതിനോടുള്ള ഭയം, നമ്പർ 1. നമ്പർ 2, ഈ പറയുന്ന കേരളത്തിലുള്ള വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ആ ഗ്രാജുവേഷൻ കൊണ്ടോ അവരുടെ ലാംഗ്വേജ് സ്കില്ല് കൊണ്ടോ ഒന്നും. ഇപ്പം മോനോട് IELTS എഴുതാൻ പറഞ്ഞ എത്ര കിട്ടും സ്കോർ? 8 ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കൂ. 8 ആണ് IELTS സ്കോർ എങ്കിൽ ഹി ക്യാൻ ഗോ എബ്രോഡ് ആൻഡ് ദെൻ സ്റ്റഡി. അതായിരിക്കും ബെറ്റർ. അതല്ലെങ്കിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തുടക്കമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ
വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഇത് കിട്ടിയിട്ടുള്ളത് വളരെ കുറവാണ്. കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്താൽ മാത്രം എത്താൻ പറ്റുന്ന ഒരു സ്ഥലം. അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ 3 കൊല്ലം എന്ന് പറഞ്ഞാൽ 3 കൊല്ലം പ്രിപ്പറേഷനും കൂടി വേണ്ടി വരും. നല്ലോണം ചെറുപ്പത്തിലെ 7ാം ക്ലാസ് മുതലേ ഉള്ള വിവരം നല്ല പോലെ കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്തൊക്കെ വരുന്ന കുട്ടികളെ ഞാൻ ആദ്യം ചെയ്യുക ഒരു 50 രാജ്യവും അതിൻ്റെ ക്യാപിറ്റലും പറയാൻ പറയും. അതറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് പഠിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി, എന്നിട്ട് നിന്നെ സിവിൽ സർവീസ് ആക്കണോ വേണ്ടിയോ എന്ന് നമ്മൾക്ക് ആലോചിക്കാമെന്ന് പറയും. 20 ലക്ഷത്തിന് 5 ലക്ഷം പേര് എഴുതിയാൽ അതിനകത്ത് 20,000 പേരാണ് പ്രിലിമിനറി പാസ്സാകുന്നത്. അതും കഴിഞ്ഞ് IAS എത്തുന്നവർ 70 പേരാണ്, IPS 70 പേര്, എല്ലാം കൂടി ഒരു 1200 പേർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പേഴ്സൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് സ്വന്തം അറിയുന്നത് കുറച്ച് നല്ലപോലെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വേവലാതിപ്പെടേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്ലാൻ ബി നോക്കിയിട്ട് ഒരു ജോലിക്ക് ട്രൈ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നതിനേക്കാളും സ്വന്തം ഗൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ, എനിക്ക് ആരുടെ സജഷനും വേണ്ടാന്ന് പറയുന്ന ഒരാളെ നമ്മൾ എന്തിന് ബുദ്ധിമുട്ടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഈ ജനറൽ കാറ്റഗറി ചാൻസ് ഒക്കെ പറഞ്ഞാൽ ഞാനും ആ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള നായർ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് 80% സീറ്റ് കഴിഞ്ഞ് ബാക്കി 20% റിസർവേഷൻ പോടുള്ളൂ. ഈ 80% നല്ല മെറിറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്ത, ഇപ്പം എൻ്റെ ബ്രദർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ ചീഫായിട്ട് കേരളത്തിൽ നിന്ന് റിട്ടയർ ആയതാണ്. റിസർവേഷനിലുള്ളത് കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല ബാക്കിയുള്ളവർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ലോവർ കാറ്റഗറിയിൽ ജനിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണോ നമ്മൾ? അല്ല, എന്തിനാ അങ്ങനെ? ആ ഒരു കമ്പാരിസണേ ആവശ്യമില്ല. ആ ഒരു കാറ്റഗറിയിൽ പെട്ടു പോയത് കൊണ്ട് പലർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഗവൺമെന്റിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അറിയോ ബിനുവിന്? പ്രൈം മിനിസ്റ്ററുടെ കൂടെയാണ് വർക്ക് ചെയ്തത്. IAS എത്താവാൻ പറ്റുന്ന ഏറ്റവും വലിയ അവരുടെ ക്യാബിനറ്റ് സെക്രട്ടറിയിലാണ് ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. ഞാൻ നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരും വർക്ക് ചെയ്തിട്ടുണ്ട്. OBC വർക്ക് ചെയ്തിട്ടുണ്ട്, SC ST വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഈ പറയുന്ന ഒരു കാലിബർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ളത് റിസർവേഷനിൽ പ്രസിഡന്റ് ആയിട്ടുള്ള മുർമുറ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ആ കാറ്റഗറിയിൽപ്പെട്ട പ്രസിഡന്റ് ആയെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഈ ചിന്തകളൊന്നും പാടില്ല. നമ്മൾ ആദ്യം വേണ്ടത് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള എൻ്റെ സിറ്റുവേഷനൊക്കെ ഐ ആം ബ്ലെസ്ഡ് എന്നുള്ള തോന്നൽ ആദ്യം ഉണ്ടാവണം. ഒരു ബയോറിതം ഉണ്ടാവും. നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, അമ്മയുടെ ഫ്രീക്വൻസിയാണ് മക്കളിലെത്തുക, മകനിലെത്തുക എപ്പോഴും. മനസ്സിലായോ? ആ ഫ്രീക്വൻസി മക്കളുടെ ചിന്തകളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതല്ലാതെ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇതൊക്കെ എല്ലാ ജാതകം നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ നമ്മുടെ സത്സംഗം നന്നാവണം എന്ന് പറയും. ആരുമായിട്ടാണോ നമ്മൾ യോജിക്കുന്നത് അപ്പോഴേ നമ്മുടെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി എല്ലായിടത്തും ഉണ്ട് സൂര്യന്റെ, പക്ഷെ കോൺവെക്സ് ലെൻസ് വെച്ചാലല്ലേ അതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പറ്റുന്നില്ല എന്നുള്ളതാണ് അവന്റെ കുഴപ്പം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇപ്പം അമ്മയോട് പറയാത്ത പല ചിന്തകളും അവന്റെ മനസ്സിപ്പോ ഉണ്ടാവും. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ 10-25 വയസ്സായില്ലേ, അപ്പൊ ആ സമയത്ത് അവനിൽ തന്നെ തോന്നുന്നുണ്ടാവും, അയ്യോ ഞാൻ സെറ്റിൽ ആവണമായിരുന്നു. ഇപ്പൊ കേരളത്തിലൊക്കെ സിവിൽ സർവീസിന് ഈ കിട്ടുമെന്ന് ഞാൻ ധരിച്ചിട്ടുള്ള പല കുട്ടികൾക്കും കിട്ടാതെ പോയിട്ടുള്ളത് വേറെ ചിന്തകളൊക്കെ വന്നിട്ട് അവരുടെ ഡീഫോക്കസ് ആയതുകൊണ്ടാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഞാൻ കൃത്യമായിട്ട് കിട്ടുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്. പക്ഷെ അവൻ ആ സമയത്ത് ഒരു ബാങ്കിൽ ജോലി കിട്ടിയ ഉടനെ അങ്ങോട്ട് പോവും, പിന്നെ തീർന്നു കഥ, പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ ഈ പറയുന്ന വഴികളിൽ പോയാലേ നടക്കുള്ളൂ സംഭവം. അത് ഏത് സ്ഥലത്തെത്തിയാലും അതാണ് അവസ്ഥ. മനസ്സിലായി? ഒന്നാമത് കാരണം എന്ന് വെച്ചാല് നല്ല കൂട്ടുകാരും അവരുടെ കൂടെയുള്ള ഒരു ആസ്വാദനവും അതിൽ ഒരു സന്തോഷം കണ്ടെത്തി. ഇതിപ്പോ ഒരു സിവിൽ സർവീസിന് പോയാലും ഒറ്റക്കിരുന്ന് പഠിച്ചാൽ നടക്കില്ല, കൂട്ടായിട്ടിരുന്ന് പഠിച്ചാലേ നടക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു നല്ലൊരു ഗ്രൂപ്പിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അയാൾക്ക്. എത്തുന്ന സമയത്തും ബാക്കി എല്ലാവരും കൂട്ടുകെട്ടി പഠിച്ചിട്ട് അവരെ എൻജോയ് ചെയ്യുന്ന കാണുന്ന സമയത്ത് ഇയാൾക്ക് ഒരു വിഷമമുണ്ടാവും, എനിക്കതിൽ ചേരാനും പറ്റുന്നില്ല. അപ്പൊ ആ ഗ്രൂപ്പിൽ പെടാത്തതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകും. വീട്ടില് ജ്ഞാനം എന്ന് പറയുന്ന നടുവിൽ കണ്ണൂരുള്ളൊരു വീടുണ്ട്. അവിടെ ആയിരക്കണക്കിന് കുട്ടികളുടെ ക്യാമ്പുകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരും പല സ്ഥലത്തും. അവരെയൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് കുറെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കും, എന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും മിക്സ് ചെയ്യിപ്പിക്കും.
ഇത് അവരുടെ ജാതകം നോക്കിയിട്ടൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ പറയും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഈ കൺഫ്യൂഷനൊക്കെ വരുന്ന സമയത്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ജാതകം നോക്കിയിട്ട് മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. നമ്മൾ 2500 പേര് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നത് എംടെക് ഇലക്ട്രോണിക്സ് പഠിച്ച് ജോലിയില്ലാതെ, എന്നിട്ട് അവിടെ വരുന്നവരോ എത്ര എക്സ്പെക്ടഡ് സാലറി തരുന്നത് തന്നാൽ മതി, 5000 റുപ്യക്ക് വർക്ക് ചെയ്യാൻ ആളുണ്ട്. ആ സ്ഥിതിയിലുള്ള ഒരു കേരളത്തില് ഈ പഠിച്ച കോഴ്സ് ഇലക്ട്രോണിക്സ് ആയാൽ നന്നാവുമായിരുന്നോ? ഇല്ല. അത് ഇൻസ്ട്രുമെന്റേഷൻ ആയാൽ നന്നാവുമായിരുന്നു? അങ്ങനെ ഇല്ല. ഇൻസ്ട്രുമെന്റേഷനിൽ നല്ല മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് ലാക്സ് ഓഫ് സാലറീസ്. അപ്പൊ നമ്മൾ എന്ത് സ്പെഷ്യലൈസ് ചെയ്തു, എന്ത് പഠിച്ചു എന്നുള്ളതല്ല, എന്റെ സ്കിൽ എത്ര ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എന്റെ എക്സ്പീരിയൻസ് നാളെ ഞാൻ സിവിൽ സർവീസ് ആവുകയാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് ബെനിഫിഷ്യൽ ആണെങ്കിൽ അവിടെ കാര്യമുള്ളൂ. അവൻ ടീച്ചിങ്ങിന് പോവുകയാണെങ്കിൽ ഏത് എക്സ്പീരിയൻസ് കിട്ടിയാലും നല്ലതാണ്. ടീച്ചിങ് അല്ലെങ്കിൽ ഏത് എക്സ്പീരിയൻസും വലിയ ഗുണം ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാളെ ജീവിതത്തിൽ നമുക്ക് അയ്യോ ഞാൻ അന്ന് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു മനസ്താപം ഇല്ലാതിരിക്കണമെങ്കിൽ പോലും ഈ ഒരു വർഷം അവന് അമ്മയുടെ കൂടെ നിന്ന് ഫോക്കസ് ചെയ്തിട്ട് അമ്മയുടെ ഫേം ഡിസിഷനിൽ, അമ്മ ഫേവേർഡ് ആണ്, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ബിനു തന്നെ ഫേവേർഡ് ആണ്. ഇതാണോ നല്ലത്, അതാണോ നല്ലത്, അവന് കിട്ടില്ല 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 എന്ന് 10 പ്രാവശ്യം ബിനു പറഞ്ഞ മക്കൾക്ക് കിട്ടില്ല. അമ്മ പറയാന്ന് വിചാരിക്കും മോനെ കിട്ടും. ആ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ 4 ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ പറയാറുള്ളത്, ജസ്റ്റ് കം ടു മീ ഫോർ എ ഡിസ്കഷൻ. ഡോക്ടർ TPS സിവിൽ സർവീസ് കണ്ടാൽ നിങ്ങൾ ഞാൻ UPSC എന്നുള്ള എൻ്റെ കുറേ 1-2 ലെക്ചറുകളെങ്കിലും കാണാം. അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയോ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. അത്ര എളുപ്പമല്ല സിവിൽ സർവീസ്. അപ്പൊ അതുകൊണ്ട് പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പൊ രണ്ടാമത്തെ പ്ലാൻ ബി ഓപ്ഷൻ, അവൻ എബ്രോഡിൽ പോയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യം നോക്കേണ്ടത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അവന് പറ്റുന്നൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, അവന് എത്ര നമ്പർ ഓഫ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവൻ. മൂക്ക് അല്ലെങ്കിൽ എഡക്സ് അല്ലെങ്കിൽ കോഴ്സറ. ഇപ്പൊ അവന് മറ്റേ BSന് ജോയിൻ ചെയ്ത് അവന് JEE മെയിൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ വെച്ചിട്ട് അവനിപ്പോ BSന് ഇവിടെ IIT ആ കോഴ്സിന് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് അത് അഗൈൻ ഞാൻ ചോദിക്കുന്നത് അത് ഇപ്പോഴും ഗ്രാജുവേഷൻ ലെവലിലാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ഇഫ് ഹി വാണ്ട് ടു ഗോ എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ചോദിച്ചത്. ആ സമയത്ത് ഇപ്പോഴുള്ള ഒരു ഗ്രാജുവേഷൻ പോലെ വേറെ നമുക്ക് പറ്റില്ല സാർ. അത് ഉടനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, കുറെ പ്രോബ്ലംസ് ഇടയ്ക്ക് വന്നു. ഓക്കെ. അപ്പം അദ്ദേഹം ചെയ്യേണ്ടത് ഇപ്പം രണ്ടാമതൊരു ഗ്രാജുവേഷനേക്കാളും ഞാനൊക്കെ മക്കളോട് പറയാൻ എന്താ വെച്ചാൽ യു ഷുഡ് ഡു സം എക്സ്റ്റേണൽ കുറെ ഓപ്പൺ കോഴ്സസ് ഉണ്ട് മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ. ആ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് എബ്രോഡിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലിന് വേണ്ടിയിട്ട് അവനെ ഏതൊക്കെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സ് അവൻ ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഞാൻ പറയുന്നത് ബിനു കേട്ടിട്ടില്ല ഇപ്പോഴും. ഞാൻ പറയുന്നത് എബ്രോഡിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു പ്ലാൻ ബി എന്ന് പറയുന്നത് ഇത്തരം ചെറിയ ചെറിയ കോഴ്സുകളൊന്നും ചെയ്താൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ജോലിക്ക് എടുക്കുമ്പോൾ നിങ്ങൾ IAS പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രിക്കാരനുണ്ടെങ്കിലല്ലേ ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഒരു ഇൻഡസ്ട്രി നടത്തുന്ന ഒരാള് നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കണ്ടാൽ ഒരാൾ അതിന് ഒരു മെറിറ്റായിട്ട് കരുതില്ലല്ലോ, കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതല്ല. അപ്പൊ നമ്മള് ഇപ്പം ഒരു ഫോക്കസ്ഡ് ആവണം. എനിക്ക് ഇന്ന സ്ഥലത്ത് പ്ലാൻ ബി എന്താണ്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലാണോ ജോലി ചെയ്യാൻ താല്പര്യം, അങ്ങനെയാണെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടത്. അതെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. അങ്ങനെ പ്രൈവറ്റ് വേണ്ടാന്ന് പറയുന്ന ഒരാള് ഒരു IITയിൽ ഒരു ബാച്ചിലർ അധികം കിട്ടി, അതല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് അയാൾക്ക് ഗവൺമെന്റ് ജോലിക്ക് എന്തെങ്കിലും പ്രിഫറൻസ് കിട്ടുമോ? അതൊന്നും ആരും നോക്കൂല. അപ്പൊ ചെയ്യേണ്ടത് പ്ലാൻ ബി അദ്ദേഹത്തിന് ഗവൺമെന്റിൽ ഏതെങ്കിലും വേക്കൻസികളിൽ ട്രൈ ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ട പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാം. നമ്മൾ കാണുന്ന വഴിയിലേ പോവാതെ എവിടെയാണ് പോകേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് ആ വഴിയിലേക്കുള്ള
എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവുക. ഞാനിപ്പം മനസ്സിലാക്കിയാൽ ഹീ ഈസ് ലാക്കിംഗ് ഫോക്കസ്. അതെ, അത് കൃത്യമായിട്ട് ചാർട്ട് വരയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഈ 2024 നവംബർ 1-ാം തീയതി ഞാൻ ഇന്ന സ്ഥലത്താണത്, 2025 നവംബർ ആകുമ്പോഴത്തേക്കും ഞാൻ ഇന്ന സ്ഥലത്തെത്തും, ഇന്നതാണ് എൻ്റെ പൊസിഷൻ. അത് എത്തുമല്ലോ എന്ന്, അത് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി വരച്ചിട്ട് അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള മാത്രം കോഴ്സുകൾ ചെയ്യുക, അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള മാത്രം പഠിക്കുക. അല്ലെങ്കിൽ അവൻ ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഒന്നും അദ്ദേഹത്തിന് എബ്രോഡിൽ പോയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടോ, ഗവൺമെന്റ് ഉണ്ടെങ്കിലും രണ്ടിനും ഗുണം ചെയ്യില്ല. അപ്പോൾ എബ്രോഡിലാണ് പോകുന്നുണ്ടെങ്കിൽ ഈ കോഴ്സുകൾ പിന്നെ ചെയ്യേണ്ടതൊക്കെ എബ്രോഡിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ കോഴ്സുകൾ ചെയ്തിട്ട് കുറച്ച് ചിലപ്പോൾ വല്ല ഫെലോഷിപ്പുകളും കിട്ടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ. അങ്ങനെയാണ് പറയുന്നത്. IIT BS ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ ഡേറ്റാ സയൻസ് ആക്കാം, അത് നല്ലതാകും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ബിനു, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കണില്ല, അവൻ പറയുന്നത് ഇങ്ങോട്ട് എന്നെ പഠിപ്പിക്കുകയാണ് ഇപ്പം. ഞാനിപ്പം അമേരിക്കയിൽ ഒരു 4 യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പറഞ്ഞാൽ സീറ്റ് കിട്ടുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അത് IV യൂണിവേഴ്സിറ്റി അല്ല. എൻ്റെ ഒരു 200 കുട്ടികളോളം, ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് ഞാൻ ലണ്ടനിലാണുള്ളത്, 200 കുട്ടികൾ ലണ്ടനിൽ പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നുണ്ട്. ഇവരാരും വില കൽപ്പിക്കില്ല നിങ്ങളുടെ IITയുടെ ഒരു ഗ്രാജുവേഷൻ എക്സ്ട്രാ ഉള്ളത് കൊണ്ട്. അവരാകെ ചോദിക്കുക SOP എന്ന് പറയുന്ന ഒരു സാധനമാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നിങ്ങൾ എന്തിനാണ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി MIT ആണ്. MITയിൽ 100% ഫെലോഷിപ്പോട് കൂടി മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള കുട്ടികൾ എനിക്കുണ്ട്. ഒരു കാശും അങ്ങോട്ട് കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇവരൊന്നും അവൻ IITയിലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന് പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്നൊന്നും ഒരാളും ചോദിക്കില്ല. അപ്പോൾ ഹി ഈസ് ഐദർ ബീയിങ് മിസ്ഗൈഡഡ്, നമ്പർ 1. നമ്പർ 2, ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഫോക്കസ്ഡ്. നമ്പർ 3, പിന്നെ ഈ അമ്മ പറയുന്നതൊക്കെ മകൻ പറയുന്നതാണ് വേദവാക്യം എന്ന് പറഞ്ഞിട്ടാണ് വിചാരിക്കുന്നുണ്ടാവുക. അതിന് പകരം ഞാൻ അങ്ങോട്ട് പറയുന്നതിൽ ഫോക്കസ് ചെയ്യാൻ പോലും തയ്യാറല്ലാതെ കാരണം എന്ന് വെച്ചാൽ, മകന്റെ കാര്യം മകൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് ആണ് അമ്മ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ മകന്റെ ചിന്തയിൽ നിന്നും കുറച്ചും കൂടി ഹയർ ലെവലിൽ ചിന്തിച്ചിട്ട് അവനെ കറക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ എഡക്സ്, കോഴ്സറ, പിന്നെ അത്തരം ഉഡാമി, ഇന്റർനാഷണൽ എബ്രോഡ് യൂണിവേഴ്സിറ്റികൾ. ഇപ്പം ഞാനിപ്പോൾ MITയിലാണ് പോകേണ്ടതെങ്കിൽ MITയിലുള്ള ഒരു 10 കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ MIT വിൽ കൺസിഡർ ഇറ്റ്. അത് ഓൺലൈൻ അവൈലബിൾ ആണ്. അത് ചെയ്യാത്ത ഒരാൾ MITയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് വേറെ ഏതെങ്കിലും തുക്കട ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി, അത് IISc ആയാലും IIT ആയാലും ഒന്നും അവർക്ക് ബാധകമല്ല. കാരണം MIT ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം നിങ്ങൾ നോക്കിയിട്ട് പോലില്ല, പിന്നെ എന്തിനാ MITയിൽ വരുന്നതെന്ന് ചോദിക്കില്ല അയാൾ. മനസ്സിലാവുണ്ട് പറയണത്? അതാണ് ഞാൻ പറഞ്ഞത്, ഫോക്കസ്ഡ് ആവണം എബ്രോഡിലാണ് പോകുന്നുണ്ടെങ്കിൽ. ഇനി എബ്രോഡിലല്ല, ഗവൺമെന്റ് ആണ് അവന്റെ താല്പര്യം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ്, ഇന്ന ജോബിനാണ്, ഇന്ന എക്സാം ആണ് ഞാൻ എഴുതേണ്ടതെന്ന് ആ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേറെ ഒന്നും ആലോചിക്കാതെ, ബാക്കി ഈ എക്സ്ട്രാ കോഴ്സുകൾ ഒന്നും യൂസ്ലെസ് ആണ്. കാരണം ഗവൺമെന്റ് ഇപ്പം ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത് അവൻ 10 സ്ഥലത്ത് ഡിഫറെന്റ് ആയിട്ട് കോഴ്സുകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ കൺസിഡർ ഇറ്റ് ആസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ. എന്താ കാരണം എന്നറിയോ? വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇമേജ് പ്രോസസ്സിംഗിൽ വർക്ക് ചെയ്യാനാണ് ഒരാളെ എനിക്ക് വേണ്ടെന്ന് വിചാരിക്കുക. അവൻ 10 ഡിഫറെന്റ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അവൻ കാർപ്പൻട്രി പഠിച്ചിട്ടുണ്ട്, നാടകം അഭിനയിക്കുന്നുണ്ട്, അവൻ പിന്നെ ഞാൻ പറയും യു ആർ അൺഫോക്കസ്ഡ്. അങ്ങനെയുള്ള ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്പർ 2, നമ്മൾ ചെയ്യുന്നത് അയാൾക്ക് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ചെയ്യാൻ സാധിക്കും. ഒരു ഗവൺമെന്റ് ഓഫീസറും ഒറ്റയ്ക്ക് പണി ചെയ്യാറില്ല. ഇറ്റ്സ് ഓൾവേസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അപ്പൊ ആദ്യം വേണ്ടത് അത്തരം ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാണോ എന്ന് ടെസ്റ്റ് ചെയ്യും നമ്മൾ. അതിനാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അത്തരം സ്കില്ലുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പൊ എക്സാം ഫോക്കസ്ഡ് ആയിട്ട്, പിന്നെ വളരെ കൃത്യമായിട്ട് ഒരു കോഴ്സും ആവശ്യമില്ലാത്തത് ചെയ്യരുതെന്നാണ് നമ്മൾ പറയാം.
നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ ബിടെക് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്ലൈ ചെയ്യുന്ന ആൾ എംടെക്കാരാണെങ്കിൽ ഞങ്ങൾ വിളിക്കാറില്ല ഇന്റർവ്യൂവിന്. കാരണം എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഈസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ് ഗവൺമെന്റിൽ ഫസ്റ്റ് റൂള്. കാരണം എക്സ്ട്രാ പഠിക്കുന്ന ഒരാളുടെ ധാരണ എന്നെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഇവിടെ, എനിക്ക് അതറിയാം ഇതറിയാം, അപ്പോൾ അവര് നല്ലോണം വർക്ക് ചെയ്യില്ല. അവരെക്കാളും ലോവർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കും ചിലപ്പോൾ ബോസ് ആയിട്ടിരിക്കുക. അപ്പൊ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള നോളജ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഗവൺമെന്റ് ജോബ് ആണെന്ന് വിചാരിക്കുക, വളരെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് ഒരു എക്സ്ട്രാ ഇതും ചെയ്യാതെ ശരിക്ക് ഒരു പ്രിപ്പറേഷനാണ് ആവശ്യം. ഇനി മിലിറ്ററി അത്തരം സംഭവങ്ങളിലാണെങ്കിലും ഇത് തന്നെയാണ്. കാരണം അതൊക്കെ ഗവൺമെന്റാണ്. അയാൾ പൂർണ്ണമായിട്ടും അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തയ്യാറാവണം. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനൊരു സംഭവം വന്നാൽ ഞാൻ അമ്മയോട് സാധാരണ പറയാം, മോനോട് സംസാരിക്കാൻ പറയൂ, അയാൾക്ക് എന്നെ അറിയണം, അയാളെ ഗൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹോറോസ്കോപ്പ് അന്ന് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്ന അബദ്ധം പറ്റിയിട്ടുണ്ടാവും. ഞാൻ പാലക്കാട് നിന്നിട്ടാണ് എടുത്തത്. ഞാൻ അയച്ചിരുന്നു. ഓക്കെ, ഞാൻ അബദ്ധത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ എടുത്തിരുന്നു അന്ന് തന്നെ. കാരണം അന്ന് തന്നെ ഞാൻ ചെയ്യും, ഒരു ദിവസം പോലും ഡിലേ ചെയ്യാറില്ല. പക്ഷെ അന്ന് എടുത്തത് എനിക്ക് തോന്നുന്നു പ്ലേസ് ഓഫ് ബർത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് പാലക്കാട് നിന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ പാലക്കാടാന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് വെച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരം. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഐ മിസ്ഡ്, വേറെ എന്തോ ഒരു ആക്ടിവിറ്റിയിൽ പോയിട്ട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്നിപ്പോൾ എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഹോറോസ്കോപ്പ് നോക്കിയിട്ട് പൂജ ചെയ്യലോ അതൊന്നും അല്ല വേണ്ടത്. ഈ നീഡ്സ് എ ബെസ്റ്റ് ഗൈഡൻസ്. കാരണം ഇതൊന്നും ചെയ്താലും ഇവന്റെ ഹോറോസ്കോപ്പിൽ 8 നിൽക്കുന്ന ചൊവ്വ അവിടുന്ന് മാറുമോ അല്ലെങ്കിൽ 7 നിൽക്കുന്ന ശിഖി അവിടുന്ന് മാറുമോ ഒന്നും ചെയ്യില്ല. അയാളുടെ ചിന്തകൾ അയാളുടെ കയ്യിലാണുള്ളത്. അദ്ദേഹത്തെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ ലെവലിൽ അടുത്ത ഒരു ജനുവരി 2026 വരെ അമ്മയുടെ കയ്യിലാണ് ചിന്തകളുള്ളത്. അത് അമ്മ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയി. ബുധന്റെ അവഹാരമാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അവന് ഞാനിപ്പോ ഇവനെ ഇവിടെ പിടിച്ചു നിർത്തി ഞാൻ UPSC ഫോക്കസ് ചെയ്യാൻ പറഞ്ഞാല് അല്ല, ഞാൻ ചോദിക്കുന്നത് നമുക്കിപ്പം ഈ സമയത്ത് അവൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അവനൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്താൽ അതിനൊരു ഡയലൂഷൻ ഉണ്ടാവും. അത്ര എളുപ്പം കിട്ടുന്നതല്ല UPSC. കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏക സമയം ഇപ്പോഴാണ്. അല്ല, ഞാൻ ഇത് നല്ല കാലാന്നല്ല ഞാൻ പറയുന്നത്, അവന്റെ പ്രായം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ജാതകം നോക്കിയിട്ടല്ല പറയുന്നത്. ഇപ്പൊ ജാതകം നോക്കിയിട്ട് എനിക്ക് 48 വയസ്സിൽ അവന് സിവിൽ സർവീസ് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇപ്പൊ ജാതകപ്രകാരം അല്ലല്ലോ. ജാതകപ്രകാരം 13ാമത്തെ വയസ്സിൽ UPSC എഴുതിയാൽ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ സിവിൽ സർവീസ് വേണമെങ്കിൽ അവന്റെ പ്രിപ്പറേഷൻ ഇപ്പൊ നന്നായിട്ട് ഒരു 2 വർഷം അവന് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ തന്നെ ലേറ്റായി. അതിനിടയിൽ വേറെ ഒരു ഡീഫോക്കസും ഇല്ലാതെ ഓക്കെ കംപ്ലീറ്റ്ലി അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്താൽ ചിലപ്പോൾ നേടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും. പക്ഷെ അത് അയാളുടെ മാനസികമായിട്ട് അദ്ദേഹം പൊരുത്തപ്പെടാത്തൊരവസ്ഥയിൽ ഇത്രയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അവന് കിട്ടിയില്ല എന്ന് വിചാരിക്കും. അല്ല, അത് ആ മക്കൾക്ക് അതിനുള്ള താങ്ങാനുള്ള കരുത്തുണ്ടോ ഇല്ലയോ എന്ന് അമ്മയുടെ മനസ്സിലാണുള്ളത്. അമ്മ എത്രത്തോളം കരുത്തുറ്റതാണ് അത്രയാണ് മക്കളുടെ കരുത്ത്. അത് വലിയൊരു ഫെയിലിയർ ആയി എന്ന് അമ്മക്ക് തോന്നുകയാണെങ്കിൽ അമ്മയുടെ മകനും അതുപോലെ തോന്നും. അപ്പം അത് ആദ്യം തീരുമാനിക്കേണ്ടത് ഇത് അത്ര എളുപ്പമല്ല. പക്ഷെ ഇപ്പോഴേ ചാടി നോക്കാൻ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ചാടി നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ഇറ്റ്സ് അപ് ടു യു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയുടെ ചാർട്ട് നോക്കിയിട്ട് പ്രൈം മിനിസ്റ്റർ ആവുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യയിലെ 100 ആളുടെ നോക്കിയാൽ അതിനകത്ത് 10 പേര് പ്രൈം മിനിസ്റ്റർ ആവുമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എന്ത് പൊസിഷനിലെത്തും എന്നല്ല പറയാൻ പറ്റുക. നമ്മുടെ മാനസികമായ, നമ്മുടെ ശാരീരികമായ, നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ അദ്ദേഹം അത്ര മിക്സ് ചെയ്യാത്ത ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു.
പക്ഷെ എൻ്റെ കയ്യിൽ അയാളെ ഒരു മാസം കിട്ടിയാൽ ഞാൻ മിക്സ് ചെയ്യിപ്പിക്കുമല്ലോ. ഒരാള് പിന്നെ വളരെ വിഗറസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ജാതകം നോക്കിയിട്ടാണോ ആൾക്കാരെ മിലിറ്ററിയിൽ ജോബിനെടുക്കുന്നത്? അല്ല, അത് നമ്മൾ ആ ഒരു സത്സംഗ് എന്ന് പറയുന്നതിനർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോറോസ്കോപ്പ് ഈസ് ഓൺലി എ ബേസിക് 30%. ബാക്കി 70% ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ യു ആർ ഗോയിങ് ടു മോൾഡ് ദം. ഇനി അമ്മയുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞു. ആ ഇൻഫ്ലുവൻസ് കുറച്ച് കാലം ഈ ഒരു കാലത്ത് നല്ല പോലെ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മക്കിപ്പോൾ ടെൻഷൻ. എന്ന് വെച്ച് ജീവിതത്തിൽ സ്ഥിരമായിട്ട് അമ്മ ഇല്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമോ? ഒന്നും വരില്ല. ഹോറോസ്കോപ്പ് പ്രകാരം അമ്മയുടെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ സമയം എന്നർത്ഥം. ഇതൊരു പ്രോബബിലിറ്റി, ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഡയറക്ഷൻ ബോർഡാണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ഏറ്റവും അത്യാവശ്യം നല്ല കാറും നല്ല റോഡും കിട്ടിയാലും ഒരാൾക്കും വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഓടിക്കണമെങ്കിൽ ഓടിക്കാനുള്ള കഴിവ് തന്നെ വേണം, അതിനുള്ള എബിലിറ്റി വേണം, അതിനുള്ള പഠിക്കാനുള്ള കഴിവ് വേണം. അത് 4 ചോദ്യം ചോദിച്ചാൽ ഐ ക്യാൻ ഡിസൈഡ് വെദർ ഹി ഈസ് എലിജിബിൾ ഫോർ ദാറ്റ്. അത് ജാതകം നോക്കിയിട്ട് എലിജിബിൾ ആണോ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അല്ല, അത് അവനെ വിളിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഹീ ഷുഡ് നോ മീ. ഇപ്പൊ ഞാൻ ബിനുവിനോട് പോലും ഉള്ള ഒരു റെസ്പെക്ട് കൊണ്ട് ഞാനിപ്പോ സംസാരിക്കുന്നതാണ്. ഞാൻ എൻ്റെ സബ്ജക്ട് എന്താണെന്ന് അറിയോ, ഞാൻ എന്തിലാ PhD ചെയ്തതെന്നറിയോ, ഇതൊന്നും അറിയാത്ത ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം പറയാം ഗോ ആൻഡ് ലേൺ അബൌട്ട് മീ ആൻഡ് കം ബാക്ക് എന്ന് പറയും. ഞാൻ അങ്ങനെ എന്റർടൈൻ ചെയ്യാറില്ല. കാരണം ഇപ്പൊ തന്നെ എനിക്കൊരു 5-6 മിസ് കോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ അത് സ്പെൻഡ് ചെയ്യലല്ല, ഐ ആം ഇൻവെസ്റ്റിംഗ് മൈ ടൈം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോൻ വിളിച്ചിട്ട് നിങ്ങൾ ആരാ നിങ്ങൾ ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അത് വളരെ പിന്നെ എനിക്ക് അബ്സോർബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇഫ് യു വാണ്ട് എൻ്റെ ചാനൽ കാണണം. അതിൽ UPSC ആണ് അവന്റെ താല്പര്യം. UPSC കണ്ടിട്ട് അതിനകത്ത് കണ്ടിട്ട് ഞാൻ ചോദിക്കും ഇന്നത് കണ്ടിട്ടുണ്ടോ, ഇന്നത് പഠിച്ചിട്ടുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഡിസ്കണക്ട് ചെയ്യാം. ഐ വിൽ ടെൽ യു ഗോ ആൻഡ് ഡു ദറ്റ് ഹോംവർക്ക് ഫസ്റ്റ്. കാരണം ആദ്യം താല്പര്യം ഉണ്ടാവും, നമ്പർ 1. ആ താല്പര്യം ഞാൻ ഇപ്പൊ ഈ പറയുന്നതൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. ഐ എം എ പേഴ്സൺ ഹു മേക്സ് നോട്ട്സ്. ഞാൻ ഇപ്പൊ തന്നെ എഴുതിയിട്ടുണ്ട്. എഡക്സ്, കോഴ്സറ, എബ്രോഡിൽ പോകണമെങ്കിൽ അതാണ് വേണ്ടത്. ഗവൺമെന്റ് UPSC ആണെങ്കിൽ പിന്നെ ഹി ഷുഡ് ഡു ഹിസ് ഹോംവർക്ക്. ആദ്യം പ്ലാൻ ചെയ്യണം, പ്ലാൻ വെൽ. അങ്ങനെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇഫ് ഹി വാണ്ട് ടു ഡിസ്കസ് വിത്ത് മീ ഹി ക്യാൻ ഡിസ്കസ്. അത് അമ്മക്ക് ഡിസ്കസ് ചെയ്യണം തോന്നുമ്പോഴല്ല മകൻ ഡിസ്കസ് ചെയ്യണം. അമ്മക്ക് തോന്നുന്നത് നല്ലതാണ്. ഇപ്പൊ എന്നെ ഒരു ടീച്ചർ വിളിച്ചു ഹൈദരാബാദിലുള്ള. അവര് വിളിച്ചത് അവരുടെ അമ്മ പറഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ അവരോട് 4 ചോദ്യം ചോദിച്ചപ്പോൾ കറക്റ്റാണ്, അവർ മനസ്സിലാക്കിയിട്ടാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ പിന്നെ എന്താണോ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആവശ്യം പറയാൻ അവന് സാധിക്കണം. പ്ലാൻ A പ്ലാൻ B കൃത്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് മേക്ക് എ റോഡ് പ്ലാൻ ഫോർ ലൈഫ്. ആ റോഡ് പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്താൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആവും അയാൾക്ക്. ആ റോഡ് പ്ലാൻ ഉണ്ടാക്കുക. 2024 മുതൽ ഒരു 2030 വരെ ഈ 3 ഓപ്ഷൻസ് ABC 3 ഓപ്ഷൻസ് എടുത്താൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ്, അതിനകത്ത് എവിടേക്ക് എത്താൻ പറ്റും, ആൻഡ് ഫോർ ദാറ്റ് ഹൗ മച്ച് സ്കിൽ ഹി ഹാസ് ആൻഡ് ഹൗ മച്ച് ആറ്റിറ്റ്യൂഡ് ഹി ഹാസ്. ആ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, അതിനുള്ള എൻവറോൺമെന്റും വേണം. ആ എൻവറോൺമെന്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നല്ലോണം ആറ്റിറ്റ്യൂഡും സ്കില്ലും ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണമെങ്കിൽ, യൂസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ആ ആറ്റിറ്റ്യൂഡ് നല്ലപോലെ ഉണ്ടാവണം. കാരണം ഈ സിവിൽ സർവീസിന് മിക്കവാറും ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതല്ല പ്രോബ്ലം. ആ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടല്ല, അയാൾക്ക് ഫോക്കസ്ഡ് അല്ല, വളരെ കൃത്യമായിട്ട് എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നുകൊണ്ടാണ്. അങ്ങനെ തോന്നിയിട്ട് ഇനിയിപ്പോൾ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, പോട്ടെ, കിട്ടിയില്ലെങ്കിൽ എന്താണ്, അങ്ങനെ എടുക്കാൻ പറ്റണം. കാരണം എല്ലാവർക്കും പറ്റുന്ന എക്സാം അല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാവുക. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ. ആ ബോധത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ സിവിൽ സർവീസ് ഡോക്ടർ TPS നടിക്കുക. ഒരു ഹാൻഡ് ബുക്ക് അവൈലബിൾ ആണ്. അത് പണ്ടത്തെയാണ്, ഇപ്പോഴത്തെ അല്ല. കുറേ കാലം മുമ്പ് ഞാൻ എഴുതിയിട്ടുള്ള. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എല്ലാവർക്കും ഇന്റർനെറ്റിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസേ ഉള്ളൂ. പക്ഷെ അതല്ലാത്തൊരു കാലത്ത് ഞാൻ കേരളത്തിൽ 2 പ്രോഗ്രാം നടത്തിയിരുന്നു. ചങ്ങനാശ്ശേരിയിലൊക്കെ IAS സെന്റർ ഇനോഗ്രേറ്റ് ചെയ്തതും എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ ആ സമയത്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയൊരു ബുക്കാണ് സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്. ഇൻസ്ട്രുമെന്റേഷൻ ഡോക്ടർ TPS അടിച്ചു നോക്കുക. മകന്റെ സർട്ടിഫിക്കറ്റ് ഇൻസ്ട്രുമെന്റേഷൻ ആണല്ലോ.
അങ്ങനെ നിങ്ങൾ എഞ്ചിനീയറിംഗിൽ അറിയുന്ന സബ്ജക്റ്റുകളൊക്കെ അടിച്ച് ഡോക്ടർ ടി പി എസ് അടിച്ചു നോക്കും. സോ ഐ ആം ഗൈഡിങ് ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ പിള്ളേരും വരാറുണ്ട് വ്യത്യസ്തമായ. അതിൽ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. കാരണം ഇതൊക്കെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും പലരും ചെയ്യുന്നുണ്ട്. ഒക്കെ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഫോക്കസ്ഡ് യു ആർ, വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു ബി ഇൻ യുവർ ലൈഫ്. എബ്രോഡ് ഡോക്ടർ ടി പി എസ് നടിക്കുക, UPSC ഡോക്ടർ ടി പി എസ് നടിക്കുക. ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും എന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷെ അസ്ട്രോളജി ഡോക്ടർ ടി പി എസ് അടിച്ചാൽ 1-2 കാണുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ അസ്ട്രോളജി അറിയുന്ന ഒരാളാണ്. പക്ഷെ അസ്ട്രോളജിയെക്കാളും കൂടുതൽ എനിക്ക് വിശ്വാസം അവനവന്റെ കഴിവിലും അവനവന്റെ എഫേർട്ടിലുമാണ്. അതുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഡോക്ടർ ടി പി എസിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്താ കാര്യം? അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഗിവൺ ആ ഒരു കണ്ടീഷനിൽ. ഇതിനൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ഏറ്റവും മോശം കുട്ടികളെ എൻ്റെ അടുത്ത് തന്നാൽ ഐ ക്യാൻ മേക്ക് ദം ബ്രില്യൻറ്റ്. അത് അസ്ട്രോളജി നോക്കിയിട്ടല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ അസ്ട്രോളജിക്ക് ചെറിയൊരു പാർട്ടുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് അല്ല നമ്മുടെ പെർഫോമൻസ്. P = ആറ്റിറ്റ്യൂഡ് A + ഓപ്പർച്യൂണിറ്റി O + സ്കിൽ. ആ ഫോർമുലയും ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ഗുണം അമ്മയ്ക്കില്ലെങ്കിൽ, ഒരു പ്രൊഫസർക്കില്ലെങ്കിൽ, അവരുടെ കുട്ടികൾക്കും ഉണ്ടാവില്ല. അപ്പൊ മിനിമം വേണ്ടത് ആ കുട്ടിക്ക് ആ സ്വഭാവമല്ലേ. നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തിനാ ഈ പറയുമ്പോഴൊക്കെ ടൈപ്പ് ചെയ്യണത്? ഞാൻ പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വീഡിയോ നോക്കി തപ്പി കണ്ടുപിടിച്ച് ഞാൻ അയക്കുന്നുണ്ട്. ആഫ്റ്റർ ദിസ് കോൾ യു ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ വാട്സ്ആപ്പ്. ഐ എം ഡൂയിങ് ഓൾ ദറ്റ് ഹോംവർക്ക്. ഇത് എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എന്റെ കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ള വെച്ചാൽ എൻ്റെ അമ്മ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നു, അച്ഛൻ ഇതുവരെ സ്കൂൾ കാണാത്ത ഒരാളാണ് എന്ന് വെച്ചിട്ട് ഞാൻ മാറിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ഹോറോസ്കോപ്പ് അല്ല നമ്മളെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കാം. ഇറ്റ് ഡസന്റ് മീൻ ഐ ഡോണ്ട് ബിലീവ്, ഐ ബിലീവ്. പക്ഷെ അതിനും കവച്ചു വെക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മത്തിനാണ് പ്രാധാന്യം. ഏറ്റവും അത്യാവശ്യം കർമ്മമാണ്. അതുകൊണ്ട് അമ്മ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ തീരുമാനിച്ചു എൻ്റെ മകനെ ആക്ടിവിറ്റിയിലേക്കും കർമ്മത്തിലേക്കും ഒക്കെ കൊണ്ടുവരാൻ എന്നങ്ങോട്ട് തീരുമാനിച്ചിട്ട് തുടങ്ങിയാൽ